മൈൻക്രാഫ്റ്റ്. ബട്ട് എനിക്ക് ചാടാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ അയൺ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വുഡ് മൈൻ ചെയ്യാം. അപ്പോൾ അയൺ കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ട് നമ്മളെ അവിടുത്തെ അയൻകോളത്തെ നൈസായിട്ട് ഒന്ന് തട്ടണം, അല്ലെങ്കിൽ നമ്മൾ ഒരു കേവിൽ പോയിട്ട് മൈനിങ് നടത്തണം. അപ്പോൾ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് വുഡ് ആദ്യം മൈൻ ചെയ്തെടുക്കാം. ഇതാ ഇവിടെ കുറച്ച് വുഡുണ്ട്, കുറച്ചധികം എടുക്കാൻ വേണമെങ്കിൽ. തൽക്കാലം ഇത്രയും മതി. എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ സ്റ്റേഴ്സ് ഉണ്ടാക്കും. അപ്പം നമുക്ക് നടക്കാനൊക്കെ സുഖമായിരിക്കും. ഓക്കെ, നമുക്കിനി ഇത് ഫുള്ള് പ്ലാങ്ക്സ് ആക്കി എടുക്കാം. എന്നിട്ട് കുറച്ച് നമ്മളിനി അത് എവിടെ ഇനിയൊരു പിക്കാക്സും ആക്സും ഉണ്ടാക്കാം. ആക്സ് ഉണ്ടാക്കി പിന്നെ അത് ഓക്കെ, ഒരു പിക്കാക്സും ഉണ്ടാക്കി. ഇനി ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് കുറച്ച് സ്റ്റേഴ്സും ഉണ്ടാക്കാം. ഇനി ഇതെല്ലാം എടുക്കാം. കുറച്ചുകൂടി വുഡ് എടുത്ത് വെച്ചാലും കയ്യിൽ ആവശ്യം വന്നാലും, അത്യാവശ്യ സാഹചര്യത്തിൽ നമുക്ക് വുഡിൻ്റെ ആവശ്യം വരും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ അടുത്തൊരു സവാന കാണുന്നുണ്ട്. അപ്പോൾ സവാനയിൽ പോവാം. നമുക്ക് സവാനയിൽ പോവാം. ഓക്കെ, അവിടെയൊക്കെ വില്ലേജ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ, അതുകൊണ്ട് സവാനയിൽ നമുക്ക് പോവാം. ഇവിടെ കുഴിയിലൊന്നും വീഴാതെ സൂക്ഷിക്കണം, കാരണം ഇതെന്താ. ഓക്കെ ഓക്കെ, ഇങ്ങനെ വെച്ച് നമുക്ക് പോവാം എങ്ങോട്ടെങ്കിലും. ഇതെന്താ. ഓക്കെ, അതവിടെ ഒരു കേവ് കാണുന്നുണ്ട് നമ്മളപ്പോൾ അവിടെ മിക്കവാറും അയൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് വീണ്ടും ഓക്കെ 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 ഇങ്ങനെ പോവാം. ഓക്കെ, അതിനിപ്പോൾ അപ്പുറത്തോട്ട് പോകണം. ഓക്കെ, ഇനി നമ്മുടെ വുഡൊക്കെ തീർന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇതാക്കാം. എന്നിട്ട് അടിയിലോട്ടെടുത്ത് ചാടാം. എന്നിട്ട് അവിടേക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്, കാരണം അവിടെ ഒന്നും അധികം ഇല്ലയെന്ന് തോന്നുന്നു. ഇപ്പോൾ കറക്റ്റ് അങ്ങോട്ട് ഒറ്റക്കിട്ടും. ഇനി ഇവിടെ കൂടെ വന്നിട്ട് നമ്മളിത് വെച്ചിട്ട് കുറച്ച് ഇതുണ്ടാക്കണം. എന്ത്? സ്റ്റേഴ്സ്. ഓക്കെ, ഇനി അത് പൊട്ടിച്ചെടുക്കാം. കുറച്ച് സ്റ്റോണൊക്കെ വേണം, കോബിൾ സ്റ്റോണ്. നമുക്ക് മറ്റേ അയൺ മൈൻ ചെയ്യണ്ടേ. പിന്നെ നമുക്ക് മറ്റേ ഇതുണ്ടാക്കണമല്ലോ, ഫർണേസ്. അപ്പോൾ അതിനൊക്കെയുള്ള അയൺ വേണം. അതൊക്കെ ഇവിടെ നിന്ന് തന്നെ എടുക്കാം. ഓക്കെ, നമുക്ക് മേലോട്ട് പോയി നോക്കാം. എവിടെ? ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം. ഒന്നും അയൺ കാണുന്നില്ലല്ലോ. ഞാൻ അങ്ങോട്ട് പോകാൻ ഭയങ്കര പാടാ. ഇവിടെ അയൺ കാണുന്നില്ല. പിന്നെ അവിടെ കേവല്ലേ? ആണ്, കേവാണ്. അവിടെ ഒന്ന് പോയി നോക്കാം. പക്ഷെ വെള്ളം, ഇത് കേവൊന്നുമില്ല. അയ്യോ, ഇനിയിപ്പോൾ മേളിലോട്ട് എങ്ങനെ പോവും? അയ്യോ 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 ആ ഇങ്ങനെ നീന്താൻ പറ്റുമോ? നമ്മൾ മറ്റേ സ്പ്രിന്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സംഭവമില്ലേ, കൺട്രോള്, അതിൽ നിൽക്കിക്കഴിഞ്ഞാൽ നീന്താൻ പറ്റുമല്ലോ. ഇതെന്താ പോകാത്ത? അങ്ങനെ നീന്താൻ പറ്റുമല്ലോ. വാവ്, ഇത് ജമ്പായിട്ട് കൂട്ടില്ലല്ലോ. അപ്പോൾ യെസ്, അപ്പോൾ ഇത് ജമ്പായിട്ട് കൂട്ടില്ല. കേട്ടോ ഗൈസ്, കാരണം ഇത് കൺട്രോളിലാണ് ഞാൻ നോക്കിയത്. അയ്യോ, മേളിലോട്ട് പോകാൻ പറ്റുന്നില്ല. ആണല്ലേ ഇത്? ഇതിനാണ് നമ്മൾ അവിടം വരെ പോയത്. എന്നൊരു സ്റ്റെപ്പ് ഉണ്ടാക്കിയേക്കാം, എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കാം. അയ്യോ, പൊങ്ങാൻ പറ്റുന്നില്ല. യെസ്, ഇനിയിപ്പോൾ അപ്പുറത്തോടെ എങ്ങനെ കയറും? അയ്യോ, അതൊന്നും സാരില്ല. നമുക്ക് ഇത് വെച്ചിട്ട് പിക്കാക്സ് ഉണ്ടാക്കണമല്ലോ.
പിക്കാക്സ് ഉണ്ടാക്കണം. ഫർണേസും ഉണ്ടാക്കണം. ഫർണേസിനുള്ളത് ഇല്ലല്ലോ ഇതിനകത്ത്. ഒരു 5ഉം 3ഉം ഇട്ട്, അപ്പോൾ 3 വേണം. ഈ അയണും കൂടെ മൈനസ് ചെയ്തെടുക്കാം. ഒരെണ്ണം മതിയല്ലോ. ഓക്കെ, ഒരു ഫർണേസ് അങ്ങ് ഉണ്ടാക്കിയേക്കാം. അങ്ങനെ ഈ ഫർണേസ് ഇനി ഇവിടെ വെക്കാം. ഇനിയിപ്പോൾ മേളോട്ട് അങ്ങനെ പോകും സാരില്ല. ഇനി ഈ അയൺ എടുത്ത് വെക്കാം, പിക്കാക്സ് എടുത്ത് കൊടുക്കാം. അങ്ങനെ അയൺ കിട്ടി ഗൈസ്, അയൺ കിട്ടി. നമ്മുടെ ഗോൾ ഫിനിഷ്ഡായി. അയൺ കിട്ട്. അയൺ. അങ്ങനെ നമുക്ക് അയൺ കിട്ടി ഗൈസ്, കിട്ടി.